ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് കൊണ്ട് അടിപൊളി വെറൈറ്റി ചായക്കടി ഉണ്ടാക്കിയല്ലോ. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വലിയ ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും 4 അല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും മല്ലിയില കറിവേപ്പില. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഓയിലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടുന്നവരെ നല്ലോണം വഴറ്റി എടുക്കണം. പിന്നെ 2 മുട്ട പുഴുങ്ങിയതാണ്. ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളെ മസാലയിലേക്ക് ഇത് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ക്രീമി ആയിട്ട് കലക്കിയെടുക്കണം. അധികം ലൂസായി പോകാതെ നോക്കണേ. ഇതുപോലെ ക്രീം രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ആവശ്യമായ ബ്രെഡ് നമുക്ക് എടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ ചുറ്റുപാട് നമുക്കിതുപോലെ മാവ് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മറ്റൊരു ബ്രെഡ് എടുത്ത് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചുറ്റിലും ഒട്ടുന്ന രൂപത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബ്രെഡ് നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 മുട്ട ഇതുപോലെ ഉടച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ മുട്ടയിലേക്ക് ബ്രെഡ് മുക്കി നമുക്കിതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ വശവും മുങ്ങുന്ന രൂപത്തിൽ മുട്ട മുക്കി കൊടുക്കണേ. ഇനി നമുക്കിത് നമ്മളെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. വെക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയില മുകളിൽ വെച്ച് കൊടുക്കണം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. സൈഡ് വശമൊക്കെ ആവുന്ന രൂപത്തിൽ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ സൈഡ് വശമൊക്കെ ആക്കി കൊടുക്കണം. എന്നാൽ എല്ലാ സൈഡും നമുക്ക് പൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആയതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളെ എല്ലാ മസാല ബ്രെഡും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രെഡും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം.
നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. നിങ്ങളെന്തായാലും മറക്കാതെ ഇത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. കമൻ്റ് ഇടുന്നവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്, അടുത്ത വീഡിയോസിനൊക്കെ തരും. ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.